അപ്പോൾ ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വിൻ്റർ മാറി സമ്മറൊക്കെ ആയി. അപ്പം എല്ലാവരും ഇപ്പോൾ ഫിഷിങ്ങിനൊക്കെ പോകുന്നൊരു സമയമാണ്. ഞാൻ വിചാരിച്ചപ്പോൾ ഫിഷിങ്ങിന് പോയാലോ എന്ന്. പണ്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോയപ്പോൾ ഫിഷിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ മീനെയൊക്കെ കിട്ടിയായിരുന്നു. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഫിഷിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം കേട്ടോ. അപ്പം ഫിഷിംഗ് ലൈസൻസിന് ഏകദേശം ആ കാർഡിന് $8, പിന്നെ നമ്മൾക്ക് പ്ലാനുണ്ട് 1 ഇയറിലേക്കുള്ള ഫിഷിംഗ് ലൈസൻസ് മതി, അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഉള്ളതാണ് വേണ്ടുന്നെങ്കിൽ അതിന് എത്ര രൂപയാണെന്നുള്ളത് ഞാൻ ഈ താഴെ കൊടുത്തേക്കാം. ഞാൻ എടുത്തേക്കുന്നത് 1 ഇയറിലേക്കുള്ള ഫിഷിംഗ് ലൈസൻസാണ്. പക്ഷേ ഈ 1 ഇയർ എടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 2025 ജൂൺ തൊട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നെക്സ്റ്റ് ജൂൺ ആയിരിക്കത്തില്ല, ഈ ഡിസംബറിൽ തന്നെ 2025 ഡിസംബറിൽ തന്നെ അത് എക്സ്പയർ ആവും. അങ്ങനെയാണ് ഒരു 1 ഇയർ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ തന്നെ അടുത്തൊരു ഫിഷിംഗ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് അവിടെ പോയാൽ ഫിഷൊക്കെ കിട്ടുന്നതാണ്, പക്ഷേ പോയി നോക്കാം. പിന്നെ ഞാൻ ബെയ്റ്റായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന മണ്ണര കേട്ടോ. മണ്ണര ഇവിടെ നമുക്ക് പെറ്റ് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. നമ്മുടെ ഈ പെറ്റ്സിനെ മേടിക്കാനും അതിനു വേണ്ടിയുള്ള ആക്സസറീസ്, അതിനു വേണ്ടിയുള്ള ഫുഡ്. കാരണം ഇവിടെ എക്സോട്ടിക്കായിട്ടുള്ള കുറേ പെറ്റ്സിൽ ഈ നമ്മുടെ നാട്ടിലുള്ള ഓന്ത്, പാമ്പൊക്കെ ഇവിടെ, പൈത്തണിനെയൊക്കെ ഇവിടെ പെറ്റ്സായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടി കുറേ ഇങ്ങനത്തെ ലൈവ് ഫുഡുകളുണ്ട്. അപ്പം ഞാൻ അവിടെ പോയപ്പോഴത്തേക്കിനും എനിക്ക് മണ്ണര അവിടെ നിന്ന് മേടിക്കുക. $6 കൊടുക്കുമ്പോൾ നമുക്കൊരു 30 മണ്ണര കിട്ടും. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് വീഡിയോ കാണാം. ഞാൻ എന്തായാലും എൻ്റെ ലൈസൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഹണ്ടിങ്ങിനുള്ള ലൈസൻസ്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന പെറ്റ് സ്മാർട്ടിലോട്ടാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ പെറ്റ് സ്മാർട്ടിലോട്ട്. അവിടെ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസും ഫുഡും അല്ലാണ്ട് നമുക്ക് കുറച്ച് പെറ്റ്സിനെ അവിടെ നിന്ന് മേടിക്കാം, ചെറിയ പെറ്റ്സിനെ. ഇതാണ് പെറ്റ് സ്മാർട്ട്. അകത്ത് കയറിയിട്ട് ഞാൻ കുറച്ചുകൂടെ കാണിച്ചു തരാവേ. ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഫിഷിൻ്റെ സെക്ഷൻ കാണാൻ പറ്റും. ഇഷ്ടം പോലെ ഫിഷസ് ഉണ്ട് അവിടെ. ആർക്കെങ്കിലും പെറ്റായിട്ട് ഫിഷിനെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഒന്ന് മേടിച്ചാൽ മതി. അപ്പോൾ ഈ ഫ്രിഡ്ജിനകത്താണ് നമുക്ക് വേണ്ടിയുള്ള മണ്ണര ഇരിക്കുന്നത്. $6 എന്തോ ആയിരുന്നു ആ മണ്ണരയ്ക്ക്. 13 അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ ഇത് ലൈവായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിനെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നത്. മണ്ണര മാത്രമല്ല, വേറെ കുറേയും ലൈവായിട്ടുള്ള ജീവികൾ അതിനകത്തുണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഈ സൈഡിലോട്ട് നമ്മൾ ഞാൻ നല്ലൊരു ഫിഷ് ടാങ്ക് കണ്ട്, നല്ല രസമായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്. പക്ഷെ അതിനകത്ത് ഫിഷൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് അവരൊരു ഷോയ്ക്ക് വേണ്ടി അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നത്. പിന്നെ അത് ഈ സൈഡിലോട്ട് വരുമ്പോൾ ഫിഞ്ചസ് ഉണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ലവ് ബേർഡ്സിനെ കാണാം. പിന്നെ ഇത് ഹാംസ്റ്ററിൻ്റെ ഇനത്തിൽപ്പെട്ട ഏതോ ഒരു കുഞ്ഞ് ജീവിയാണ്. ഈ സൈഡ് ഫുള്ള് ഫിഷസാണ്. കുറേ ഫിഷസിനുള്ള സ്ഥലമുണ്ട് ഇവിടെ. അപ്പം നമ്മളിന്ന് ഇവിടെയാണ് ഫിഷ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലൊരു സ്ഥലം കേട്ടോ. നല്ല വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അവിടെ നമുക്ക് സെയിലിംഗ് ബോട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച മണ്ണര. നാട്ടിലെ പോലെ അല്ല കേട്ടോ, നല്ല സൈസാണ് ഇതിന്. അപ്പം ഞാൻ അതിൽ നിന്ന് പകുതി കണ്ടിച്ചിട്ട് ഇത് നമ്മുടെ ചൂണ്ടയിലോട്ട് കോർക്കുക. ഞാൻ ഗ്ലൗസ് ഇട്ടേക്കുന്നത് അതിനകത്ത് നിറച്ച് ബ്ലഡായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലാവണ്ടെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ തുടയ്ക്കാൻ വേണ്ടി തുണിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചൂണ്ട എറിഞ്ഞ് നോക്കാം, മീനെ വല്ലതും കിട്ടുമെന്ന്. ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വരുന്നത്. ആദ്യത്തെ എറിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. ക്ഷമയാണല്ലോ ഫിഷിങ്ങിൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ രണ്ടാമത്തെ വട്ടവും ചൂണ്ട എറിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. കുറേ സ്പീഡ് ബോട്ടുകളും സെയിലിംഗ് ബോട്ടുകളും ഒക്കെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു.
ആദ്യത്തെ കുറച്ച് നേരമൊന്നും എനിക്ക് ബോറടിച്ചില്ല, പിന്നെ പിന്നെ കുറേ നേരം ആയപ്പോഴത്തേക്കിന് എനിക്ക് ബോറടിച്ചു തുടങ്ങി. അങ്ങനെ രണ്ടാമത് എറിഞ്ഞത് തിരിച്ചു വലിച്ച് കയറ്റി, അതിലും മീനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയും നിന്നൊരു 6-7 വട്ടം എറിഞ്ഞ് നോക്കിയായിരുന്നു, പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. എനിക്കങ്ങനെ അവസാനം നിർത്തിപ്പോകാനുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്നപ്പോഴാണ് ഏറ്റവും അവസാനം എൻ്റെ റീലിലെന്തോ കുടുങ്ങിയ പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ വലിച്ച് കയറ്റിയപ്പോഴത്തേക്കിന് ഒരു കുഞ്ഞു മീനെ കിട്ടി എനിക്ക്. നാട്ടിലെ സക്കർ പോലത്തെ എന്തോ മീനാണ്. ഞാൻ ഫിഷിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ നേരം ഈ പുള്ളി ഗിത്താറുമായിട്ട് ഇങ്ങനെ പാട്ട് വായിക്കാൻ തുടങ്ങി. നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു നല്ല ബീച്ചുണ്ട്, ഞാൻ അതിൻ്റെ വ്യൂസും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ പിള്ളേരും ഫാമിലിയൊക്കെ ആയിട്ട് കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബീച്ചിൽ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. എനിക്കിങ്ങനെ കുളിക്കാനുള്ള നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വെള്ളത്തിന് നല്ല തണുപ്പും പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്ലാനിങ് മാറ്റി. നല്ല രസമുള്ള വെള്ളമായിരുന്നു. പിന്നെ ഇതൊരു കടലല്ല കേട്ടോ, ഇത് ലേക്ക് ഒണ്ടാരിയോ എന്ന് പറഞ്ഞൊരു ലേക്കാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ USA ഇപ്പുറത്ത് കാനഡയോ. ഇത് വലിയൊരു ലേക്കാണ്. അപ്പോൾ എൻ്റെ ഇനിയും കുറേ പുതിയ പുതിയ വീഡിയോകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.